ബാംഗ്ലൂരിലെയും കർണാടകയിലെയും ഹോട്ടലുകാർക്ക് നമ്മൾ മലയാളികളോടുള്ള മനോഭാവം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത്. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇന്നലെയാണ് ഞങ്ങൾ ബാംഗ്ലൂരിലെത്തിയത്. ബാംഗ്ലൂരിലെത്തിയ ഉടൻ വെങ്കിട്ടിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായി ഒരു കെറ്റിൽ ഓർഡർ നൽകിയിരുന്നു. ഒരു ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യുമെന്ന് കാണിച്ചതുകൊണ്ടാണ് ഓർഡർ നൽകിയത്. രാവിലെ തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് കെറ്റിൽ ഡെലിവറി ചെയ്യാൻ വന്നിട്ടുള്ള ആളാണ്. രാവിലെ 8 മണിയേ ആയിട്ടുള്ളൂ. കെറ്റിൽ ഡെലിവറി കിട്ടിയിട്ടുണ്ട്. ഇവിടെയെല്ലാം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദീപാവലിയുടെ അവസാനവട്ട കുട്ടിക്കലാശമാണ്. ആഘോഷങ്ങളെല്ലാം കണ്ടപ്പോൾ നീതുവിന് അപ്പോൾ തന്നെ ക്ഷേത്രത്തിൽ പോകണം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. കർണാടകക്കാരുടെ ക്ഷേത്രം എങ്ങനെയാണെന്ന് കണ്ടറിയാനുള്ള ഒരു അവസരമായല്ലോ. വഴികളിലെല്ലാം രംഗോലി നിറഞ്ഞിരിക്കുന്നു. കടകളുടെ മുമ്പിലെല്ലാം വാഴകൾ കെട്ടിവെച്ചിരിക്കുന്നു. ക്ഷേത്രത്തിലെത്തി. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി യാതൊരു തരത്തിലുള്ള സാമ്യതയും കർണാടകത്തിലെ ക്ഷേത്രങ്ങൾക്കില്ല. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ തികച്ചും വ്യത്യസ്തമാണ്. എന്തിനേറെ പറയുന്നു, പൂജാരിമാരുടെ വസ്ത്രധാരണം വരെ ഏറെ വ്യത്യസ്തം. ആകെ സാമ്യതയുള്ളത് ക്ഷേത്രത്തിനുള്ളിലെ പ്രതിഷ്ഠയ്ക്ക് മാത്രമാണ്. ക്ഷേത്രത്തിനുള്ളിൽ കണ്ടതാണ്. ക്ഷേത്രത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളും യന്ത്രവൽകൃതമായെന്ന് തോന്നുന്നു. 2-3 പേർ ചെയ്യേണ്ട ജോലി ഒരു യന്ത്രത്തിന്റെ സഹായത്തോടെ ഒരു സ്വിച്ച് ഇട്ടാൽ നടക്കുന്ന അവസ്ഥ. ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് പുറത്തിറങ്ങി. ക്ഷേത്രത്തിന് മുമ്പിൽ തന്നെയുള്ള കടയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി. 155 രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ചെലവായി വന്നിട്ടുള്ളത്. 10 മണിയോടെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും വാങ്ങി തിരിച്ചു ഫ്ളാറ്റിലെത്തി. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് 11 മണിയോടെ ഫ്ളാറ്റ് ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഫ്ളാറ്റിന്റെ താക്കോൽ ഡോറിൽ തന്നെ ഇട്ട് അങ്ങ് ഇറങ്ങിപ്പോവുക, അത്ര തന്നെ. ഫ്ളാറ്റിന്റെ ആളിനോട് മെസ്സേജ് അയച്ച് മറ്റെന്തെങ്കിലും പ്രൊസീജിയറുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറ്റൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ഫ്ളാറ്റിൽ നിന്നിറങ്ങി തൊട്ടടുത്ത മറ്റൊരു ഫ്ളാറ്റിലേക്കാണ് പോകുന്നത്. ഒരു ദിവസം കൂടി ബാംഗ്ലൂരിൽ നിൽക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ നിന്നിരുന്ന ഫ്ളാറ്റ് ഓൾറെഡി ബുക്കിംഗ് ആയതുകൊണ്ടാണ് അടുത്ത ഫ്ളാറ്റിലേക്ക് മാറേണ്ടി വന്നത്. പുതിയ ഫ്ളാറ്റിനാണെങ്കിൽ റേറ്റ് ഒരൽപ്പം കുറവുമുണ്ട്. പുതിയതായി ബുക്ക് ചെയ്ത ഫ്ളാറ്റിലെത്തി. ചെക്കിൻ നടപടികൾ പൂർത്തിയാക്കി ലഗേജും എടുത്ത നേരെ ഫ്ളാറ്റിലേക്ക്. 1600 രൂപയ്ക്ക് പുതിയതായി ബുക്ക് ചെയ്ത ഫ്ളാറ്റും മികച്ചത് തന്നെ. ഒരു ലിവിംഗ് ഏരിയയും ലിവിംഗ് ഏരിയയോട് ചേർന്ന ഒരു കിച്ചണും മികച്ച ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും ഉണ്ട്. 1 മണിയായതോടെ ലഞ്ച് വാങ്ങുന്നതിനായി ഫ്ളാറ്റിനടുത്തുള്ള കൊച്ചു കവലയിലേക്ക്. വെജ് താലിയാണ് വാങ്ങിയിട്ടുള്ളത്. 2 വെജ് താലിക്കും കൂടി 230 രൂപയാണ് ആയിട്ടുള്ളത്. ഒരു ഊണ് 115 രൂപയ്ക്കുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാം. 3:45 കാശ്മീർ യാത്രയ്ക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ കളക്ട് ചെയ്യാനായി വീണ്ടും ബാംഗ്ലൂരിലേക്ക് ഇറങ്ങി. ഇന്നലെ ഒരു പോക്ക് കഴിഞ്ഞതാണ്. എന്നാൽ നീതുവിന് ഇന്നലെ ഒന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇന്നലെ ഒന്നും വാങ്ങാതെ വന്നത് ഇന്ന് വീണ്ടും മാർക്കറ്റ് കറങ്ങാനായിട്ടുള്ള ഒരു നമ്പരായിരുന്നോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അധികം വൈകാതെ തന്നെ ബംഗളൂരുവിലുള്ള ജയാനഗർ മാർക്കറ്റിലെത്തി. ഒരുപാട് തുണിത്തരങ്ങൾ മാർക്കറ്റിലുണ്ടെങ്കിലും നീതുവിന് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ട മട്ടില്ല. ഒരു പക്ഷേ എന്റെ പ്രാർത്ഥന കൊണ്ടാവാം. ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ അത്രയും ലാഭിക്കാമല്ലോ എന്നുള്ള നിർദോഷമായ എന്റെ പ്രാർത്ഥന ദൈവം അല്പം കേട്ടെന്ന് തോന്നുന്നു. എങ്കിലും 2 ടോപ്പിനുള്ള പൈസ പോയി കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് വഴിയരികിൽ കണ്ട ഒരു തട്ടുകടയിലേക്കാണ് പോയത്. വടാപ്പാവ് എന്നും എന്റെ ഒരു വീക്ക്നെസ് ആണ്. ഒരു വടാപ്പാവും വാങ്ങി കഴിച്ചു നിൽക്കുമ്പോഴാണ് മഴയെത്തിയത്. ചെറിയ മഴയൊന്നുമല്ല, നല്ല ശക്തമായ മഴ തന്നെ. സത്യത്തിൽ ഇപ്പോൾ കടയിൽ പെട്ടു നിൽക്കുവാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചധികം നേരമായിട്ടും മഴ മാറുന്നില്ല. മഴ മാറിയതും നേരെ വണ്ടിയുടെ അടുത്തേക്ക്. ഒരു മഴ പെയ്തപ്പോഴേ ബാംഗ്ലൂരെല്ലാം കുളമായിട്ടുണ്ട്. വണ്ടിയുടെ അടുത്തെത്തി വണ്ടിയും എടുത്ത് നേരെ ഫ്ളാറ്റിലേക്ക്. ഫ്ളാറ്റിലെത്തി ഒന്ന് സെറ്റിലായി അല്പവിശ്രമത്തിന് ശേഷം 7:30 ഡിന്നർ വാങ്ങാനായി ഇറങ്ങിയതാണ്. എവിടെ നോക്കിയാലും പടക്കം. നീതുവിനാണെങ്കിൽ പടക്കം പണ്ടേ പേടിയാണ്. പൂത്തിരി കത്തിച്ചാൽ പോലും ആ പ്രദേശത്തു നിന്നും വിട്ടുപോകുന്ന നീതുവിന്റെ ചുറ്റിനു നിന്ന് തലങ്ങും വിലങ്ങും പടക്കം പൊട്ടീരാണ്. റോഡിലിട്ടാണ് ബാംഗ്ലൂരുകാരുടെ പ്രധാന പടക്കം പൊട്ടീര്. ഒരു വിധത്തിലാണ് കാറിക്കൂവി നടക്കുന്ന നീതുവിനെയും കൊണ്ട് ഡിന്നർ വാങ്ങുന്ന കടയിലെത്തിയത്. എന്നാൽ ഏറ്റവും വലിയ രസം ഇത്രയൊക്കെ പടക്കം പൊട്ടീര് കേട്ടിട്ടും വെങ്കിട്ടിന് യാതൊരു കൂസലും ഇല്ലെന്നുള്ളതാണ്. ഒടുവിൽ പടക്കം പൊട്ടിയില്ലാത്ത ഏതൊക്കെയോ വഴികളിലൂടെ കയറിയിറങ്ങി ഫ്ളാറ്റിനടുത്ത് എത്തിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ആണ് ഡിന്നറിന് വാങ്ങിയിട്ടുള്ളത്. 2 ഫ്രൈഡ് റൈസിനും കൂടി 230 രൂപയാണ് ആയിട്ടുള്ളത്. ഇന്ന് ആകെ മൊത്തം ചെലവായ തുക ഇത്രയുമാണ്. ഇനി നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് കാശ്മീരിലേക്കുള്ള യാത്ര തുടരണം.